ഹലോ, ദേ ഞങ്ങളുടെ അല്ലൂട്ടൻ വളരെ ഹാപ്പിയിലാട്ടോ. എന്താ അറിയോ, അവൻ്റെ തലയിലെ ഹെൽമെറ്റ്, അതാണ് അവൻ്റെ ഇന്നത്തെ സന്തോഷത്തിന് കാരണം. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഹെൽമെറ്റ് ഉണ്ട്. മോനുണ്ട്, മോക്കുണ്ട്, എനിക്കുണ്ട്, ചേട്ടനുണ്ട്. അപ്പോൾ ഓരോരോ ആവശ്യത്തിന് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കുമല്ലോ. അപ്പോൾ അത് കാരണം അവന് ഹെൽമെറ്റ് ഇല്ലാഞ്ഞിട്ട് കുറച്ച് ദിവസമായിരുന്നു അവന് ഹെൽമെറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇവരുടെ ഹെൽമെറ്റൊക്കെ അവൻ വെക്കും. വീട്ടിൽ ഇവരെ ഹെൽമെറ്റൊക്കെ എടുത്ത് വെക്കും കേട്ടോ. പക്ഷെ അത് ഭയങ്കര കനമല്ലേ, ചിലത് കനമുണ്ട്, ചിലത് വലിയ കനമില്ല. എന്നാലും അവനായിട്ടില്ല എന്നുള്ളൊരു സങ്കടം അവനുണ്ട്. അങ്ങനെ ഏട്ടൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയി കൊടുത്തതാണ് ഈ ഒരു ഹെൽമെറ്റ്. അപ്പോഴേക്കിന് രാത്രി തന്നെ പോകണം, ബൈക്കിൽ കയറണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. അതിന് വേണ്ടിയിട്ട് അവൻ്റെ വണ്ടി കയറിക്കോന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിന്നേന്ന മോളെയും പിടിച്ച് വലിച്ചതേ അവർ കളി തുടങ്ങി. അവൻ്റെ വണ്ടി ഒരു വണ്ടിയുമ്മ ഇരുന്ന് കളിച്ച് അപ്പോൾ ഹെൽമെറ്റ് ഇട്ട് ഏകദേശം റെഡി ആയപ്പോഴാണ് മറ്റേ വണ്ടി കണ്ടത്. അങ്ങനെ മറ്റേ വണ്ടിയിലോട്ടും കയറുക കേട്ടോ. ഇവരൊരു സന്തോഷം. നമ്മൾ വലിയവരെ കണ്ടിട്ടുള്ള ചെറിയൊരു പഠിക്കുമെന്ന് പറയാമല്ലോ, അത് ഇവരെ കാര്യത്തിലൊക്കെ സത്യം കേട്ടോ. മക്കൾ നമ്മൾ ചെയ്യുന്നതിനുണ്ട് ഹെൽമെറ്റൊക്കെ വെച്ചിങ്ങാണ്ട് പോവുകയെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഊരിപ്പോയി തോന്നുന്നു. അപ്പോൾ ഏട്ടൻ ശരിയാക്കി കൊടുക്കുകയാണ് ക്ലിപ്പ്. അപ്പോൾ അവൻ്റെ ബൈക്കിൽ കളിക്കുക. ഇതൊക്കെ അവൻ്റെതല്ല കേട്ടോ, ഇതൊക്കെ മോൻ വലിയ ചെറുതായ സമയത്തുള്ള മോൻ്റെ ബൈക്കാണ്, മോളെ വണ്ടിയാണ്. ഇവർ കുഞ്ഞായിരുന്നപ്പോഴുള്ള വണ്ടികളാണ് കേട്ടോ ഇതെല്ലാം. മോനിച്ചിട്ട് ചെറിയൊരു വണ്ടി ഉണ്ട്, പക്ഷെ അത് കുഞ്ഞതാണ്, കുറച്ചും കൂടി ചെറിയൊരു പ്രായത്തിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ഇവൻ്റെതാണ് അവൻ്റെ വിചാരം. അവരൊന്നും ഇത് തൊടാനോ ഇരിക്കാനോ ഒന്നും സമ്മതിക്കില്ല. അതിൻ്റെ ഇടയിൽ കൂടെ മോൻ വന്നെങ്ങാണ്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ ഒന്ന് നിൽക്കുകയാണിടത്, അതിന് പോസ്റ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. ഭയങ്കര കളിയാണ്, ചില സമയത്ത് ഭയങ്കര ജാടയാണ് മൂപ്പർക്ക്. ഞാനാന്നുള്ള പോലെ ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു കളിയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇതൊക്കെ കാണാൻ രസമാണ്, ഇവരെ എല്ലാ കളികളും അല്ലേ. കുറച്ച് കഴിയുമ്പോൾ എല്ലാതും മാറും. അപ്പം അതുകൊണ്ട് ഞങ്ങളും തന്നെ ഇവൻ്റെ എല്ലാ വാശിക്ക് ഇപ്പം ഇങ്ങനെ കൂട്ടു നിൽക്കും. കുറച്ച് കഴിഞ്ഞ് ഇതൊന്നും നമുക്കും ആസ്വദിക്കാൻ കഴിയില്ലല്ലോ.